ഇന്ത്യയുടെ സംസ്കാരത്തെ എങ്ങനെയാണ് സംഘികൾ നശിപ്പിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം. ഈ ദൃശ്യം ആദ്യം നിങ്ങൾ കാണണം. ഉടുതുണിയില്ലാതെ കോപ്രായം കാണിക്കുന്നവന്മാരുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കേണ്ടി വരുന്ന ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ നേതാക്കന്മാരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആർഭാടമായി കോണകമുടുത്തുകൊണ്ട് ഭാരതത്തിനകത്തെ നേതാക്കന്മാരെ കയ്യിൽ വച്ച് അമ്മാനമാടുന്ന ഇത്തരം ഉഡായിപ്പ് സ്വാമിമാരുടെ കയ്യിലാണ് ഇന്ന് ഭാരതം. സംഘിസം ഇന്ത്യൻ സംസ്കാരത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്നല്ല, അതുതന്നെയാണ് വാസ്തവം. കോണകമുടുത്ത് വടിയുമായി ഭക്തി എന്ന കച്ചവടത്തെ ആയുധമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ കച്ചവടത്തിന് വേണ്ടി തൻ്റെ കയ്യിലെ കീശ നിറയ്ക്കുവാൻ വേണ്ടി കാണിക്കുന്ന ഇത്തരം കോപ്രായങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി നിൽക്കേണ്ട സാഹചര്യം. ഉടുതുണിയില്ലാതെ ഭക്തി എന്നുള്ള പേരിൽ എന്ത് കോപ്രായവും തെമ്മാടിത്തരവും കാണിച്ചാൽ അതിന് കൈയടിക്കുന്ന നേതാക്കന്മാർ ഭാരതത്തിലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇവനെപ്പോലുള്ള ഉഡായിപ്പ് സ്വാമിമാർ ഭാരതത്തിൽ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വിലസി നടക്കുന്നത്. സോഷ്യൽ മീഡിയ പോലും നഗ്നതാ പ്രദർശനം തടസ്സപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവർ അതിനെ ബാൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ള ഈ നാട്ടിലാണ് ഇത്തരത്തിലുള്ള ഉടുതുണി ഉടുക്കാത്ത, കേവലം ഒരു കോണകം മാത്രം ധരിച്ചുകൊണ്ട് ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കുന്ന സ്വാമിമാരെ തലയിലേറ്റി BJP നേതൃത്വവും അതുപോലെ തന്നെ സംഘികളും ഭാരതത്തിലൂടെ തേരാപ്പാര നടക്കുന്നത്. എന്ത് ഗതികേടാണ് ഭാരതത്തിൻ്റേത്, പറയാതിരിക്കുവാൻ വയ്യ. സംഘിസം എന്ന് ഇന്ത്യയിൽ വന്നുവോ അന്നു മുതൽ ഇന്ത്യയുടെ സംസ്കാരത്തെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനങ്ങളുടെ ജീവിത ശൈലിയെപ്പോലും അത് നശിപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ. കോണകവുമെടുത്ത് കയ്യിലൊരു ദണ്ഡുമായി വന്നാൽ ഇവന്മാരുടെയൊക്കെ കാലിൽ വീണ് കേണപേക്ഷിക്കുന്ന നേതാക്കന്മാരുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ ശാപവും. കൃത്യമായി പറഞ്ഞാൽ സംഘികൾ തന്നെയാണ് ഇന്ത്യയുടെ ശാപം.